നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, അമ്മേ ചെല്ലമ്മേ, അച്ഛമ്മോടൊന്ന് സംസാരിക്കേ. അതെ അമ്മേ, അമ്മ ചെല്ല്. മാധുരി, ചെല്ലമ്മേ, ചെല്ല്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അമ്മ പേടിക്കണ്ട, അച്ചുവേട്ടൻ ഞാനും എല്ലാം ഏറ്റോളാം. അമ്മ ചെല്ല്, ചെല്ല്, ചെല്ല് അങ്ങോട്ട്. മാധുരി, മാധുരി, മാധുരി. എവിടെ മാധുരി? എവിടെ? പൂജയെ വിളിച്ച് എന്റെ അടുത്ത് വരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഇവിടെ എന്താ സംഭവിച്ചത്? ബാക്കിയുള്ളവരൊക്കെ എവിടെ? മാധുരി ചേച്ചി, അമ്മ അമ്മയ്ക്ക് വിശക്കുന്നുണ്ടല്ലേ? ഞാൻ ഇപ്പൊ കഴിക്കാൻ എടുത്തോണ്ട് വരാമേ. എങ്ങോട്ടായി ഒഴുകി പോകുന്നേ? എനിക്ക് പൂജയെ കാണണം, സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി? അവളെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് എവിടെ? ഓ, തമ്പ്രാട്ടിക്ക് മുഖം കാണിക്കാൻ ഞാൻ ഇനി അങ്ങോട്ട് ചെല്ലണമെന്നാണോ? അതോ എന്റെ മുഖത്ത് നോക്കാൻ അവൾക്ക് പേടിയാണോ? എനിക്ക് ആദ്യം കൃഷ്ണമോളെ കാണണം, പിന്നെ പൂജയോട് സംസാരിക്കണം. അഞ്ജനെ അവൾ എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നെന്ന് എനിക്ക് പൂജയോട് ചോദിക്കണം. അമ്മയ്ക്ക് എന്താ ചോദിക്കാനുണ്ടെന്നുള്ള കാര്യം ഞാൻ പൂജയോട് പറഞ്ഞിട്ടുണ്ടമ്മേ. കുഞ്ഞുറങ്ങിക്കഴിഞ്ഞാൽ അവൾ ഉടനെ വരും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുഞ്ഞിനെയും കാണണം. അവളോട് വരാൻ പറ. അമ്മ, പൂജ ഒരു പാവാ. എന്നെ വഴക്ക് പറഞ്ഞോ? ഞാനും ഉണ്ടായിരുന്നല്ലോ പൂജയുടെ കൂടെ. അമ്മ എന്നോട് ദേഷ്യം കാണിച്ചോ? ആരോട് ദേഷ്യം കാണിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ പൂജയെ രക്ഷിക്കാൻ നോക്കുകയാണോ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് കാണാം. അമ്മ, അതെ, എനിക്ക് അമ്മയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്തോന്നാ പ്രധാനപ്പെട്ട കാര്യം? അമ്മയുണ്ടല്ലോ, ഐശ്വര്യമൊക്കെ അങ്ങ് കൂടി അല്ലേ? ഒരു തേജസ്സൊക്കെ അങ്ങ് കൂടി. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്താ അമ്മേ? ഇവിടെ എന്തോ കള്ളത്തരം നടക്കുന്നുണ്ട്. അമ്മ സത്യമായിട്ട് പറഞ്ഞതാമേ, സത്യം. പുകഴ്ത്തൽ സത്യമൊക്കെ എനിക്ക് തിരിച്ചറിയാം. നിങ്ങളുടെ മുഖത്തെ വെപ്രാളം വേവലാതിയൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ആകെ ഒരു ചുറ്റിക്കളി ഒളിച്ചുകളി ഒക്കെ കാണുന്നുണ്ട്. പൂജ അടഞ്ഞു നിൽക്കുക, അതല്ലേ കാര്യം? അവളെ ഞാൻ കണ്ട വഴക്കാവും അല്ലേ? അമ്മ, പൂജ എന്ന് പറഞ്ഞ ആരാ? അമ്മയുടെ കൊച്ചുമോളല്ലേ? അവൾ അത്ര കൊച്ചുമോളൊന്നും അല്ല. ഓ, അവളിപ്പോ വലിയ ആളാ. ആ വലിയ ആളെ ഞാൻ അങ്ങോട്ട് ചെന്ന് കാണാം. അല്ലല്ല, വേണ്ട വേണ്ട, അതൊന്നും ശരിയല്ല. അമ്മ പൂജ അങ്ങോട്ട് ചെന്ന് കാണാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ഇങ്ങോട്ട് വരട്ടെ. അവൾ ഇങ്ങോട്ട് വന്ന് അമ്മയെ കാണണം. അല്ലാതെ അമ്മ അങ്ങോട്ട് ചെന്ന് കാണാൻ മാത്രം അവൾ ആളായോ? അതെ, അമ്മ ഇവിടെ നിൽക്ക്, അവൾ ഇങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ പോയി വിളിച്ചോണ്ട് വരാം. ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അമ്മ അങ്ങോട്ട് വരണ്ട. ഞാൻ ഇനി അവളെ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. അയ്യോ അമ്മ, നാണക്കേടല്ലേ? അവൾ അമ്മയെ കാണാൻ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ പൊക്കോളാന്ന് പറഞ്ഞില്ലേ? മാറിയിക്കോണ്ട്. അമ്മേ, വാ വാ, ഇവിടെ ഇരിക്ക. അഞ്ജനാമ്മേ, എന്ത് തന്നെ വന്നാലും എന്തൊക്കെ പ്രശ്നം വന്നാലും അഞ്ജനാമ്മ പുറത്തിറങ്ങരുത്. മോളെ, ഞാൻ പറയുന്നത് ഞാനായിട്ട് തന്നെ എല്ലാം തുറന്നു പറയാം. മോള് കുറ്റക്കാരിയല്ലെന്നും എല്ലാം എന്റെ തെറ്റാണെന്നൊക്കെ ഞാൻ തുറന്നു പറയാം. എന്റെ അഞ്ജനാമ്മ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമായിട്ട് പ്രശ്നങ്ങൾ തീരില്ല. ഇടപെടേണ്ടത് ഈ വീട്ടിലെ അച്ഛമ്മയോടാ, മഹേശ്വരി അമ്മയോട്. അന്ന് നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണല്ലോ അച്ഛമ്മയുടെ സ്വഭാവ രീതികള്.
ഇപ്പൊ ഞാൻ അഞ്ജനാമ്മയോട് ചില കാര്യങ്ങൾ പറയാം. അജുവേട്ടൻ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് എല്ലാ കുടുംബാംഗങ്ങളും ചേർന്ന് അച്ഛമ്മയോട് അഞ്ജനാമ്മയുടെ കാര്യങ്ങൾ സംസാരിക്കാം. ദേ, എല്ലാം സംസാരിച്ചൊരു പരിഹാരം ഉണ്ടാക്കാം. അതുകൊണ്ട് ദേ, അവിടുന്ന് എന്തൊച്ചപ്പാടും ബഹളവും കേട്ടാലും അഞ്ജനാമ്മ പുറത്തേക്ക് വരരുത്. മോളെ, ഞാൻ ഇപ്പോഴും പറയുന്നത് അമ്മയോട് ഞാൻ നേരിട്ട് കാര്യങ്ങളൊക്കെ പറയാം. മോൾ ഇത്രയൊന്നും ബുദ്ധിമുട്ടുണ്ട. അയ്യോ അമ്മേ, വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ഒക്കെ ഞാൻ സംസാരിച്ചോളാം. പൂജേ, അച്ഛമ്മ എന്നെ അന്വേഷിക്കുന്നുണ്ട്. വസന്തരങ്ങളെ, വസന്തരങ്ങളെ, എന്തോ നീയാ? ഞാൻ കരുതി എന്തോ ഭൂമി വിൽക്കാൻ വരികയാണെന്ന്. അതെ, ഭൂമി ഉലുക്ക് ഇപ്പൊ നടക്കും. അച്ഛമ്മ ഇപ്പൊ അഞ്ജനാന്റി കാണും. ഈശ്വര, അല്ല അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അങ്കിൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാവും അങ്കിളെ. ഇന്നിവിടെ കുറെ ശവങ്ങൾ വീഴും. അങ്കിള് എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്ക. അച്ഛമ്മ തടയ. അമ്മയെ വല്ല പടിക്കെട്ടുന്നും തള്ളി താഴെയിട്ടിട്ട് കൈയും കാലും ഓടിക്കാം. അല്ലാതെ വേറൊരു ഉപായവും ഞാൻ കാണുന്നില്ല. അച്ഛമ്മ എത്താറായി. ഒന്ന് ചെല്ല അങ്കിളെ. എന്നാ പിന്നെ ഇനി അന്തം വിട്ട പ്രതി എന്തും ചെയ്യാൻ പോവാ. ആഹാ, വസന്തന്റെ അടുത്താ കളി. ഈശ്വരാ. അമ്മേ, 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 ആ? ആ? അമ്മേ, എന്താ ഇത്? അമ്മേ, അമ്മേ, എന്താ ഇത് കാണിക്കുന്നെ? അമ്മ എന്നോട് ഇരിക്കണം ക്ഷമിക്കണം, അവിടെ. അമ്മേ, അമ്മ എന്നോട് എന്താണ് ക്ഷമിക്കണം. അവസ്ഥ? അമ്മ ആദ്യം എനിക്ക് മാപ്പ് തന്നു എന്ന് പറ, എന്നാലേ ഞാൻ കാല് വിടൂ. ശ്ശോ. അതെ, അമ്മ നമ്മുടെ ദൈവോ, വെളിച്ചോ, ചൈതന്യോ. അമ്മ മാപ്പ് തരണം. വസന്ത കാലേന്ന് പിടിവിട്, ഞാൻ മറിഞ്ഞു വീഴുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മാപ്പ് തന്നാ ഞാൻ പിടിവിടാം. ഞാൻ മാപ്പ് വന്നിരിക്കുന്നു, നീ എണ്ണീക്ക്. കണ്ടോ, അമ്മ ദേഷ്യത്തിലാ എനിക്ക് മാപ്പ് തന്നേ. അമ്മ അമ്മ ചിരിച്ചോണ്ട് വേണം മാപ്പ് തരാൻ. സന്തോഷത്തോടു കൂടി മാപ്പ് തരണം. സന്തോഷത്തോടെ മാപ്പ് താ ദേ, അമ്മേ. ഞാനൊരു തൊഴിൽ ഞാൻ പിടിവിടാം. എണ്ണിക്കടാ അങ്ങോട്ട്. കണ്ടോ, അപ്പോ അമ്മയ്ക്ക് എന്നെ തൊഴിക്കാനുള്ള ദേഷ്യമുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പാപിയാ. എന്റെ കാല് വേദന എടുക്കുന്നു, എനിക്ക് വയ്യ. ദേ, ഞാൻ എന്റെ പാപിയാ. സ്വഭാവം മാറണ്ട. എണ്ണിക്കാനേ. ശ്ശോ, കാലിലെ എല്ലിപ്പൊ പൊട്ടിക്കാണും. എന്തിനാടാ ഞാൻ നിനക്ക് മാപ്പ് തരണ്ടേ, അത് പറ. അത് ഏ? എന്താന്ന് വെച്ചാ, അമ്മ നിക്കണം, ഞാനൊന്ന് ആലോചിക്കട്ടെ. അമ്മ എന്തിനാണ് മാപ്പ് തരേണ്ടത്? ഈ വീട്ടിൽ എല്ലാവർക്കും എന്തോ സംഭവിച്ചു. ഒന്നുകിൽ എല്ലാരും എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടു. ഞാനേ പൂജ ഒന്ന് കാണട്ടെ. അയ്യോ അമ്മേ, ഏ? അയ്യോ അമ്മേ, അങ്ങോട്ട് പോകരുത്. അങ്ങോട്ട് പോണ്ടെന്നോ? അങ്ങോട്ട് പോണ്ടെന്ന് പറയാൻ നീ ആരാടാ? അമ്മേ,